Hi, this is Nimisha from Jovi's Perfect Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് fill in the blanks എന്നൊരു ടാസ്ക്കാണ് ഫ്രം ലിസ്ണിംഗ് മൊഡ്യൂൾ. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഫ്രം ലിസ്ണിംഗ്. സോ നമുക്ക് ഓൾറെഡി റീഡിങ്ങിൽ fill in the blanks ഉണ്ട്, അതുപോലെ തന്നെ ലിസ്ണിങ്ങിലും fill in the blanks എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടാസ്ക് വരുന്നുണ്ട്. So from this section we may have 3 or 4 questions. അപ്പോൾ അത്യാവശ്യം സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. So we need to focus on the listening aspects here. So എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു fill in the blanks ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, what all things we need to know and how to solve these fill in the blanks എന്നുള്ളതാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണാം, അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. സോ ഡു വാച്ച് ടിൽ ദ എൻഡ്. ഓക്കെ, താങ്ക് യു. So let's start. Fill in the blanks. Listening module നമുക്ക് ഈ ഒരു fill in the blanks ചെയ്യുന്ന actually 3 or 4 questions ആണ് ഉണ്ടായിരിക്കുക. And one question itself can contain 3 to 7 blanks. അപ്പോൾ അത്യാവശ്യം സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. So what all things to focus on? How to solve fill in the blanks? Skim the transcript before the audio starts. അപ്പോൾ നമുക്കൊരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു റിട്ടൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും സ്ക്രീനിൽ. സോ ആ തന്നിരിക്കുന്ന ട്രാൻസ്ക്രിപ്റ്റ് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ ബ്ലാങ്ക്സിൽ വരാവുന്ന വേർഡ്സ് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ബിഫോർ ദ ഓഡിയോ ബിഗിൻസ്, try to skim through the transcript which is being provided. തന്നിട്ടുള്ള ആ ഒരു റിട്ടൺ ടെക്സ്റ്റിനെ നന്നായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ആക്ച്വലി വി ഹാവ് ഓൺലി ലിമിറ്റഡ് ടൈം ദെയർ, 5 seconds ആണ് ആകെ കിട്ടുന്നത്. ആ 5 seconds തന്നിരിക്കുന്ന ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ദെൻ ലിസൺ ടു ദ ഓഡിയോ കേൾക്കുമ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലാങ്കിലേക്ക് പറയുന്ന വേർഡ്സ്, അതായത് ഒരു പാസേജിൽ ചില സെൻറ്റൻസിൽ ബ്ലാങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബ്ലാങ്ക്സിലേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളത് ഓഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓഡിയോ കേട്ടിട്ട് ആ ബ്ലാങ്ക്സിൽ പറയുന്ന വേർഡ് ഏതാണോ അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ആഫ്റ്റർ ഫിനിഷിംഗ് ഓർ കംപ്ലീറ്റിംഗ് ദാറ്റ് ഓഡിയോ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ടൈപ്പ് ദാറ്റ് വേർഡ്, പെർട്ടിക്കുലർ വേർഡ് ഇൻ ദാറ്റ് ബ്ലാങ്ക്സ്. ഓക്കെ, ഇതാണ് ടാസ്ക് വരുന്നത്. സോ സ്കിം ദ ട്രാൻസ്ക്രിപ്റ്റ് ബിഫോർ ദ ഓഡിയോ സ്റ്റാർട്ട്സ്. ആൻഡ് ഓഡിയോ പാസേജ് പ്ലേസ് ഓൺലി വൺസ്. ഓക്കെ, ഒറ്റ തവണ നമുക്ക് ആ ഓഡിയോ കേൾക്കാൻ പറ്റുള്ളൂ. അത് എല്ലാ ഓഡിയോ പ്രൊവൈഡഡ് ആയിട്ടുള്ള ടാസ്കുകൾ അങ്ങനെ തന്നെയാണ്. വി ക്യാൻ ലിസൺ ടു ദ ഓഡിയോ ഓൺലി വൺസ്, വി ക്യാൻ റെക്കോർഡ് ആർ ഓഡിയോ ഓൺലി വൺസ്, എല്ലാം ഒരൊറ്റ തവണയേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെയും നമ്മളൊരു ഓഡിയോ പാസേജ് കേൾക്കാണ്. ആ ഓഡിയോ പാസേജ് നിയർലി 30 to 60 seconds ആയിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. ദെൻ യു സീ എ ട്രാൻസ്ക്രിപ്റ്റ് വിത്ത് സെവറൽ ബ്ലാങ്ക്സ് അപ് ടു 7. ഓക്കെ, 7 ബ്ലാങ്ക്സ് വരെ വരാവുന്ന രീതിയിലാണ് ആ fill in the blanks പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഫ്രം 3 to 7 എന്നുള്ള രീതിയിൽ. സോ അത്രയും ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിൽ സെൻറ്റൻസുകളിൽ ചില സ്ഥലങ്ങളിൽ ബ്ലാങ്ക്സ് പ്രൊവൈഡഡ് ആയിരിക്കും. വി ഹാവ് ടു ഫിൽ ദാറ്റ് ബ്ലാങ്ക്സ്. അതാണ് ടാസ്ക് വരുന്നത്. യൂസ് ദ നോട്ട് പാഡ് സ്ട്രാറ്റജിക്കലി ഫോർ ക്വിക്ക്ലി ജോട്ടിങ് ദ കീവേഡ്സ്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്, ഒരു ഓഡിയോ കേൾക്കാണ്. ആ ഓഡിയോനകത്ത് നമുക്ക് ആ റിട്ടൺ ടെക്സ്റ്റായിട്ട് തന്നിട്ടുള്ള ആ ട്രാൻസ്ക്രിപ്റ്റ് തന്നെയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിൻ്റെ ഓഡിയോ ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കുക. സോ ഓഡിയോ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. ആൻഡ് ആ ബ്ലാങ്ക്സിനകത്ത് അല്ലെങ്കിൽ ആ ബ്ലാങ്കിൻ്റെ അവിടെ പ്രൊവൈഡഡ് സ്പേസിൽ ഏത് വേർഡാണ് ഓഡിയോയിൽ പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ക്വിക്ക്ലി ജോട്ട് ഡൗൺ ദാറ്റ് ഇൻ ദ നോട്ട് പാഡ് വിച്ച് ഇസ് ബീൻ ഗിവൻ ടു അസ്. നമുക്ക് തന്നിട്ടുള്ള ആ നോട്ട് പാഡിനകത്ത് നമ്മൾ ആ വേർഡ്സ് റൈറ്റ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചിലവർ കുറച്ചും കൂടി ഈസി ആയിട്ട് ടൈപ്പിംഗ് തന്നെയാണ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു പ്ലേസ് ദ കേഴ്സർ അറ്റ് ദ പെർട്ടിക്കുലർ ബ്ലാങ്ക്സ് വിച്ച് ആർ ഗോയിങ് ടു ബി സെഡ്. ആ പറയാൻ പോകുന്ന വാക്ക് ഏത് ബ്ലാങ്കിൻ്റെ അവിടെയാണോ വരുന്നത്, സോ അതിൻ്റെ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്തിട്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു 2 or 3 letters, ആ വേർഡിൻ്റെ ഫസ്റ്റ് 2 or 3 letters മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ചിലപ്പോൾ നിയർ ബൈ ആയിട്ടായിരിക്കും ബ്ലാങ്ക്സ് വരുന്നത്, അപ്പോൾ നമുക്ക് അടുത്ത വേർഡ് മിസ്സായി പോവും. സോ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 2-3 letters മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ജസ്റ്റ് ഷോർട്ട് ഫോംസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ചിലർക്ക് അതായിരിക്കും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവുക. ചിലർ നോട്ട് ഡൗൺ ചെയ്തിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഈ നോട്ട് ഡൗൺ ചെയ്യുമ്പോഴായാലും നമുക്ക് എന്ത് തന്നെ ചെയ്താൽ മതി, എൻറ്റയർ വേർഡ് എഴുതിയില്ലെങ്കിലും ആ വേർഡിൻ്റെ ഫസ്റ്റ് 2-3 letters ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബട്ട് വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട്
what that word actually is. അത് എന്താണെന്നുള്ളത് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതർവൈസ് വി വോണ്ട് ബി ഏബിൾ ടു യൂസ് ദാറ്റ് വേർഡ് പ്രോപ്പർലി. സോ ആ ഒരു വേർഡ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് ഇന്നതാണ് നമ്മൾ നോട്ട് ചെയ്തത് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ നോട്ട് പാഡിനകത്ത് നോട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ നോട്ട് പാഡ് യൂസ് ചെയ്തു. സ്ട്രാറ്റജിക്കലി യൂസ് ദ നോട്ട് പാഡ് ഫോർ ക്വിക്ക്ലി ജോട്ടിംഗ് ഡൗൺ ദ കീ വേർഡ്സ് ഓർ ദ വേർഡ്സ് ദാറ്റ് ആർ ബീങ് സെഡ് ഇൻ ദ ഓഡിയോ. വേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി എ സിംഗിൾ വേർഡ്, ദർ ക്യാൻ ബി 2 or 3 വേർഡ്സ്, ഈവൻ 4 വേർഡ്സ് ക്യാൻ ബി ദെയർ ഇൻ എ ബ്ലാങ്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ്, ഫോക്കസ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ്. ഡോണ്ട് ജസ്റ്റ് റിലൈ ഓൺ സൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാസേജ് കേട്ടു, ഓഡിയോ കേട്ടു. ആ ഓഡിയോനകത്ത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബ്ലാങ്ക്സ് എവിടെയാണോ വരുന്നത്, ആ ബ്ലാങ്കിൻ്റെ അവിടെ ഏത് വേർഡാണോ ഓഡിയോയിൽ പറഞ്ഞത് അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേർഡ്സ് ചിലത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, മോണോട്ടോൺസ് ഒക്കെ വരാം. ദേർ എന്ന് പറയുന്നത് 2 സ്പെല്ലിംഗ് ആണ് ആക്ച്വലി. THERE ദേർ ഉണ്ട്, THEIR ദേർ ഉണ്ട്. രണ്ടും മീനിങ് ഡിഫറെൻ്റ് ആണ്, കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ് അത് യൂസ് ചെയ്യുന്നത്. സോ വാക്കുകൾ ചിലപ്പോൾ മോണോട്ടോൺസ് ആവാം, മോണോട്ടോണസ് വേർഡ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, സിമിലർ സൗണ്ടിങ് വേർഡ്സ് ഉണ്ടായിരിക്കാം. സോ അങ്ങനെ സിമിലർ സൗണ്ടിങ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി, വായിച്ചു നോക്കി മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നമ്മൾ ആ മീനിങ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള വേർഡ്സാണ് നമ്മളവിടെ എഴുതേണ്ടത്. സോ ഫോക്കസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ്, ഡോണ്ട് ജസ്റ്റ് റിലൈ ഓൺ ദ സൗണ്ട്സ്. അപ്പോൾ വാക്കുകൾ മോണോട്ടോണസ് ആണോ അല്ലെങ്കിൽ മോണോട്ടോൺസ് ആണോ സിമിലർ സൗണ്ടിങ് വേർഡ്സ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് വേണം നമ്മളവിടെ എഴുതാനായിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഡൗൺ എനി ഓഫ് ദ വേർഡ്സ്, ഏതെങ്കിലും ഒരു വാക്ക് എഴുതി വെക്കുക എന്നുള്ളതല്ല, ഓരോ വേർഡിനും ഓരോ പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ ദെയർ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എഴുതുന്ന വേർഡ്സ് അതിൻ്റെ സൗണ്ട്സിനല്ല പ്രോമിനൻസ് കൊടുക്കണ്ടേ, ആ വാക്കുകളുടെ അർത്ഥം, ആ വാക്കുകൾ ആ ഒരു സെൻറ്റൻസിൽ മീനിങ് ഫുൾ ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിന് റിലേറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അത് പ്ലേസ് ചെയ്യാനായിട്ട്. സോ ഫോക്കസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് the meaning instead of just focusing on the sounds of that words. Okay, next point is ensure the words make sense grammatically and contextually. Again, the same thing is being repeated there. Grammar related context avade correct aano ennallathu nammal check cheyanam. So always check the grammar, always check the spelling. idokke check cheyidittana nammal words avade use cheyendathu. So ensure the words make sense grammatically and contextually. സോ ഗ്രാമർ ബേസിസിൽ നോക്കുമ്പോഴും റൂൾ അനുസരിച്ച് വരുന്നത്, അതായത് ഗ്രമാറ്റിക്കൽ റൂൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഒരു ബ്ലാങ്കിന് മുൻപ് ആൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് വരാം, അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ആ നൗണിനും ആർട്ടിക്കിളിനും ഇടയിലായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അഡ്ജക്റ്റീവാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആർട്ടിക്കിളിനും നൗണിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ അഡ്ജക്റ്റീവാണ് വരിക. ആൻ ഓൾഡ് മാൻ, ഓക്കെ, ആൻ ഓൾഡ് മാൻ, എ ഹ്യൂജ് വില്ല, ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അവിടെ എന്താണ്, ഒപ്പം നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാമർ റൂൾ ആയിരുന്നു. സോ ഒരു ആർട്ടിക്കിളിന് ശേഷം ഒരു ബ്ലാങ്ക്, ദെൻ ഒരു നൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്കിൻ്റെ അവിടെ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേർബ് ഫോംസ് ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കുക, ദാറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ബ്ലാങ്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ഇറ്റ്, ഇതിനൊക്കെ ശേഷം ഒരു ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുക, അതായത് ഫസ്റ്റ് ഫോം V1 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുക. അതല്ലാതെ അവിടെ ED ഫോംസ് ഒന്നും യൂസ് ചെയ്യില്ല. ഇനി നമ്മൾ പെർഫെക്റ്റ് ടെൻസസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ പെർഫെക്റ്റ് ടെൻസസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി പ്രസൻറ്റ് ഓർ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ, ഏത് ടെൻസ് ആയാലും അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെ നമ്മൾ V3 ഫോം ഓഫ് വേർബ്സ് ആണ് യൂസ് ചെയ്യുക. ED ഫോംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഗ്രാമർ റൂൾ റിലേറ്റ് ചെയ്തിട്ട്. സോ ഗ്രമാറ്റിക്കൽ റൂൾ അനുസരിച്ചും ആ ഒരു വേർഡ്, നമ്മൾ എഴുതുന്ന വേർഡ് അവിടെ ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ വി നീഡ് ടു ഫോക്കസ് ഓൺ ദ കോണ്ടെക്സ്റ്റ്, ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് ദെൻ ചൂസ് ദ വേർഡ്, ദെൻ എൻഷുർ ദാറ്റ് ദ വേർഡ്സ് ദാറ്റ് വി യൂസ് മേക്ക് സെൻസ് grammatically and contextually. Then the last point is spelling matters, right? ഓക്കെ, അപ്പോൾ സ്പെല്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
റൈറ്റിംഗ് ടാസ്കുകളിലേക്ക് വരുമ്പോൾ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഒരിക്കലും സ്പെല്ലിംഗ് എറേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കോർ കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തു, കറക്റ്റ് വേർഡായിരുന്നു, ബട്ട് ഒരു ചെറിയ മൈന്യൂട്ട് സ്പെല്ലിംഗ് എറർ ഉണ്ടായാൽ കൂടെ ആ വേർഡിന് നമുക്ക് അവിടെ പോയിന്റ് കിട്ടില്ല. സോ സ്പെല്ലിംഗ് റിയലി മാറ്റേഴ്സ്. സോ വി നീഡ് ടു ബി വെരി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ സ്പെല്ലിങ്സ്. അപ്പോൾ സ്പെല്ലിങ്സ് കുറച്ചും കൂടി ബെറ്റർ ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ നോളജ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു വർക്ക് ഓൺ അവർ വൊക്കാബുലറി, ബിൽഡ് അവർ വൊക്കാബുലറി കുറേയും കൂടി മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. പലവർക്കും പറ്റുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടി അത് തന്നെയാണ്, സ്പെല്ലിംഗ് എറേഴ്സ് ആണ്. സോ നമ്മൾ ഏത് പോയിന്റിലാണോ നമ്മൾ വീക്കറായിട്ട് നിൽക്കുന്നത് അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ സ്പെല്ലിങ്സ് കൺഫ്യൂഷൻ ഉള്ളവർ അല്ലെങ്കിൽ സ്പെല്ലിങ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ഓൺ ദാറ്റ്. ട്രൈ ടു കറക്റ്റ് യുവർ സെൽഫ്. ഓരോ തവണ മിസ്റ്റേക്സ് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ യു നീഡ് ടു വർക്ക് ഓൺ യുവർ സ്പെല്ലിങ്സ്, യു നീഡ് ടു വർക്ക് ഓൺ യുവർ ഗ്രാമർ പാർട്ട്. ഓൺലി ദെൻ യു ക്യാൻ ഗെറ്റ് ഓർ അച്ചീവ് ഗുഡ് സ്കോർസ് ഇൻ ദീസ് കൈൻഡ് ഓഫ് സെക്ഷൻസ് ലൈക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിങ്ങിലായാലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ലിസ്ണിങ്ങിലായാലും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഹിയർ വി വർ ഡിസ്കസിങ് അബൌട്ട് ഹൗ ടു സോൾവ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ലിസ്ണിംഗ്. സോ ഫസ്റ്റ് ഒരു ട്രാൻസ്ക്രിപ്റ്റ് തരും. Skim the transcript before the audio starts. Then audio start avana and audio passage lasting from 30 to 60 seconds. അത്രയും ഓഡിയോ ലെങ്ത് ഉള്ള ഒരു പാസേജ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കുക. ദെൻ അത് കേട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഹിയർ ടു ദാറ്റ് ഓഡിയോ ഓൺലി വൺസ്. അത് കേട്ടു, ആ കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് വായിക്കുന്നത് ലൈൻ ബൈ ലൈൻ ആണ് നമ്മൾ വായിച്ചു പോകേണ്ടത്. ഓക്കെ, ഫോളോ ദ ഓഡിയോ ലൈൻ ബൈ ലൈൻ. ഓരോ സെൻറ്റൻസും നമ്മൾ കേഴ്സർ ഇങ്ങനെ പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്നതിൻ്റെ കൂടെ ബ്ലാങ്ക്സിന് അവിടെ പറയുന്ന വേർഡ് ഏതാണോ അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന നോട്ട് പാഡിനകത്ത് നോട്ട് ചെയ്യാം, ഓർ എൽസ് സ്ക്രീനിൽ തന്നെ നമുക്ക് നോട്ട് ചെയ്യാം. നോട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഫോംസ് ആയിട്ട് നോട്ട് ചെയ്യാം. ഇപ്പോൾ ടേബിൾ എന്ന വേർഡ് TABLE ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ TBL എന്ന് മാത്രമേ എഴുതാം. ഓക്കെ, ഇൻഫർമേഷൻ ഓർ ടെക്നോളജി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അങ്ങനെയൊക്കെയാണ് വേർഡ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ INFO ഇൻഫോ എന്ന് മാത്രം കൊടുക്കാം. ടെക്നോളജി ആണെങ്കിൽ TECH ടെക് എന്ന് മാത്രം കൊടുക്കാം. സോ അവിടെ നമുക്ക് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്ത് ഇന്ന വേർഡാണ് ഇൻഡിക്കേറ്റ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. So we can make use of that method, that is we can note down the words in short forms. So follow the audio line by line, note down the words that are being said in the audio. ആ ബ്ലാങ്കിൻ്റെ അവിടെ ഏത് വേർഡാണോ പറയുന്നത് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. Then don't use the word exactly what you have heard. അതായത് ചിലത് സൗണ്ട്സിനെ നോക്കി അല്ലെങ്കിൽ സൗണ്ട്സിനെ റിലൈ ചെയ്ത് നമുക്ക് വേർഡ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് അവിടെ ചെയ്യേണ്ടത്? കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടാണ് വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്. ദെൻ അത് ഗ്രാമാറ്റിക്കലി കോണ്ടെക്ച്വലി കറക്റ്റ് ആയിരിക്കണം എന്നത് ഉറപ്പുവരുത്തുക. ദെൻ സ്പെല്ലിങ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് റിയലി മാറ്റേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ തിങ്സ് ഓർ സം ഓഫ് ദ മേജർ പോയിന്റ്സ് ദാറ്റ് വി നീഡ് ടു നോ വൈൽ സോൾവിങ് fill in the blanks in listening module. Okay, so here are some practice tips. കുറച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ലിസൺ ആക്റ്റീവ്ലി. സോ ആക്റ്റീവ് ലിസ്ണിംഗ് ഓർ ഫോക്കസ് ലിസ്ണിംഗ് വരണമെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആവാവുന്ന അല്ലെങ്കിൽ മറ്റ് ലിസ്ണിംഗ് ടാസ്കുകളിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആവാവുന്ന ഒരു ഫീച്ചറാണ് പ്രാക്ടീസ് വിത്ത് പോഡ്കാസ്റ്റ്, ലെക്ചേഴ്സ് ആൻഡ് ന്യൂസ്. ഓക്കെ, നമ്മൾ കുറേ ഇങ്ങനെ കേട്ട് തന്നെ പഠിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് പോഡ്കാസ്റ്റുകൾ കേൾക്കാം, ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ ലെക്ചേഴ്സ് കേൾക്കാം. സോ ഓഡിയോ മാത്രമായിട്ട്, വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രമായിട്ട് കേൾക്കാൻ നോക്കുക. ബിക്കോസ് വിഷ്വൽസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ചിലപ്പോൾ ലിസ്ണിങ്ങിൽ അത്രയും ഫോക്കസ്ഡ് ആവണമെന്നില്ല. സോ to enhance your listening skill, what you have to do is you have to listen more. Listen these kind of podcasts or lectures or news that is available for you. Adu kelka. Improve vocabulary and collocations. For that you have to learn words that are used together. ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കൊളൊക്കേഷൻസ് എന്ന് പറയുന്നത്. ദ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടുഗെദർ, ദാറ്റ് ആർ യൂസ്ഡ് ഇൻ എ കമ്പൈൻഡ് സെൻസ്. ദാറ്റ് ഇസ് ഒരു പല വാക്കുകളായിരിക്കാം, ഡിഫറെൻറ്റ് വേർഡ്സ് ആയിരിക്കാം, പക്ഷെ അത് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ സ്പെസിഫിക് മീനിങ്. ദാറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് കൊളൊക്കേഷൻസ്. അപ്പോൾ ഈ കൊളൊക്കേഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. സോ ലേൺ വേർഡ്സ് ദാറ്റ് ഗോ ടുഗെദർ ഓർ ദാറ്റ് ക്യാൻ ബി യൂസ് ടുഗെദർ. ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് കൊളൊക്കേഷൻസ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൊവൈഡ് എവിഡൻസ്, മേക്ക് എ ഡിസിഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, കീപ് ദ ചേഞ്ച്, കീപ് ഇൻ ടച്ച്,
എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം എന്ത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൊളൊക്കേഷൻസ് ആണ്. സോ ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗോ ടുഗെദർ ഷുഡ് ബി നോൺ. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. റൈറ്റിംഗ് ടാസ്കുകളിലൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ കോമൺ കൊളൊക്കേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ആൻഡ് കൊളൊക്കേഷൻസ്. തേർഡ് സ്റ്റെപ്പ് ഇസ് പ്രാക്ടീസ് ആക്സെൻറ്റ്സ്. ആക്സെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് നമുക്ക് പല ആക്സെൻറ്റ്സ് ആണുള്ളത്. ബ്രിട്ടീഷ് ആക്സെൻ്റ് ഉണ്ട്, അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്, കനേഡിയൻ ആക്സെൻ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഉണ്ട്. സോ ഈ പല ഡിഫറെൻറ്റ് ആക്സെൻറ്റ്സ് ഉള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കേട്ട് നോക്കുക. പല രീതിയിലായിരിക്കും പ്രൊനൗൺസിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ അമേരിക്കൻ ആക്സെൻറ്റ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വെറൈറ്റീസ് ഓഫ് ആക്സെൻറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി നമ്മുടെ ലിസ്ണിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ദീസ് ഓൾ തിങ്സ് ക്യാൻ റിയലി ഇംപ്രൂവ് ഓർ ഹെൽപ്പ് ടു ഇംപ്രൂവ് യുവർ ലിസ്ണിംഗ് സ്കിൽസ്. ആൻഡ് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ത്രൂ തന്നെയാണ് പോസിബിൾ ആവുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ലിസ്ണിംഗ് ടാസ്കുകൾ ഏതായാലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന PTEയിൽ വരുന്ന ലിസ്ണിംഗ് ടാസ്കുകൾ ഏതായാലും ഈ പറഞ്ഞ പ്രാക്ടീസ് ടിപ്സ് എല്ലാം അവിടെ എല്ലാം നമുക്ക് ഈക്വലി ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ലിസ്ണിംഗ് വരാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വി ക്യാൻ പ്രാക്ടീസ് വിത്ത് പോഡ്കാസ്റ്റ്, lectures and news. Then to improve our vocabulary, what we have to do is we should be familiar with collocations. We should learn word pairings, or we should learn how the words that go together and which creates a specific kind of meaning. Then പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും പല രീതിയിലുള്ള അല്ലെങ്കിൽ പല ആക്സെൻറ്റ്സ് ഒന്ന് കേട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ ഓർ ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്. ഏത് ആക്സെൻറ്റ് ആയാലും അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്ന ഡിഫറെൻറ്റ് ആക്സെൻറ്റ്സ് ഒന്ന് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓൾ ദീസ് തിങ്സ് വിൽ really help you in improving your listening skills, and by that you can also create a good score or achieve a good score in your PTE listening task. Okay, so ഇത് really helpful ആവുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ beneficial ആവുന്ന കുറച്ച് കാര്യങ്ങളാണ്. So make use of these things, and this was all about today's session. So I'll be back with another video, helpful video that will be really useful for you. So thank you for watching, and do follow us for more. We'll be back soon. Thank you.